ഭഗവാനെ കാത്തുകൊള്ളണേ. 11:45 മുഹൂർത്തം. രാഹുകാലത്തിന് സമയമായി. ഫൽഗുണ വാ പുറപ്പെടാം. ഹർത്താലായോണ്ട് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവോ? ഒരു അപകടം ഉണ്ടാവൂല. മോൻ ധൈര്യമായിട്ട് വാ. ഹലോ, ഞങ്ങളിവിടുന്ന് യാത്ര ഇരിക്കാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിളിച്ചൊന്ന് പറഞ്ഞേരേ. ഹർത്താലായതുകൊണ്ട് ഞങ്ങളുടെ വണ്ടിക്ക് യാതൊരു തടസ്സവും വരരുത്. ഓക്കെ ഓക്കെ ശരി. ഫൽഗുണ, എല്ലാ പഞ്ചായത്തിലെ നേതാക്കന്മാരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ട് വാ. 62 പെണ്ണുണ്ടിട്ട് അവസാനം ഉറപ്പിച്ച കല്യാണമാണ്. ഹർത്താലിന്റെ പേരിൽ ഈ കല്യാണം അങ്ങനെ മുടങ്ങിപ്പോയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കാല. അങ്ങനൊന്നും പറയില്ല മോനെ. മോൻ ഒരാപത്തും വരില്ല, ധൈര്യമായിട്ടിരിക്കും. എവിടെ ഇളയച്ചൻ? മന്ത്രം വല്ലതും ജപിക്കുകയാണോ? മന്ത്രവും തന്ത്രവും ഒന്നും അല്ല. 1.5 മണിക്കൂർ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് എവിടെ നിന്റെ പെണ്ണുപിള്ള? ഇവിടെ വിളക്കം പിടിച്ചോണ്ട് നിൽക്കാം. പോയി വെള്ളെടുത്തോണ്ടോ? അപ്പോ ആരത്? ഇളയച്ചനാ, വലിയ സ്വാമിയാ. പേര് ദുർബലാനന്ദ. വലിയ ജ്ഞാനിയാ. ദുർബലപ്പെട്ടവരെ ബലപ്പെടുത്തുന്നവൻ അവനാണ് ദുർബലാനന്ദൻ. വല്ല തടസ്സവും മറ്റോ കാണുന്നുണ്ടോ സ്വാമിയെ? പുട്ടും കടലും കഴിച്ചതിന്റെ ചെറിയൊരു തടസ്സമുണ്ട്. അതുകൊണ്ടാണ് 1.5 മണിക്കൂറായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ യാത്രാമധ്യേ യാത്രാമധ്യേ വിഘ്നം വിഘ്നേന വിജംപ്രദം ന പൂനെ. പൂനെ എന്ന് പറഞ്ഞാല് ന എന്ന് പറഞ്ഞാൽ നമ്മൾ, പൂന എന്ന് പറഞ്ഞാൽ ബോംബക്കടുത്തുള്ള ഒരു സ്ഥലമുണ്ട്. ആരുടെ? എന്റെ കൂട്ടുകാരനാ വിജയൻ. വിജയം പരാജയന്തു നമഃ എന്ന് വെച്ചാല് വിജയൻ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടെന്ന്. മുഹൂർത്തമായി അനുഗ്രഹിക്കണേ സ്വാമി. അതിങ്ങോട്ട് കൊണ്ടുവാ. കുഞ്ചം മൃഗന്തരം സാഷ്ടാംഗ എന്ന് വെച്ചാല് കുനിഞ്ഞു നിക്കടാവേ. എന്താ വിളിച്ച വലിച്ചെറിഞ്ഞ് കളഞ്ഞത്? ദോഷം, തടസ്സം, വിഘ്നം ഇതെല്ലാം പറിച്ചു കളഞ്ഞതാ. എന്റെ തലേന്നൊന്നും കളഞ്ഞില്ലല്ലോ. അത് വേര് പിടിച്ച് ഉറച്ചു പോയി, പറിച്ചിട്ട് പോകുന്നില്ല. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ? ഒരു നിമിഷം പ്രാർത്ഥിച്ച് തേങ്ങ ഉടച്ചിട്ട് പോകാം. മാർഗദർശേന ദുർമാർഗ പീഡനെ അഷ്ടപ്രകമ്പ പ്രക്രിയ പീഡനെ പ്രസ്ഫോടന പ്രചോദിത സ്വാഹ. തേങ്ങ ഉടഞ്ഞില്ലല്ലോ. പേടിക്കണ്ട, നമ്മുടെ യാത്ര ആർക്കും തകർക്കാൻ പറ്റാത്ത വിധം അത്രയ്ക്ക് സ്ട്രോങ് ആണെന്നാണ് തേങ്ങ തെളിയിച്ചേക്കുന്നത്. ഈ കല്യാണം കൂടെ നടന്നില്ലെങ്കിൽ ഞാൻ അപകടമൊന്നും ഉണ്ടാവില്ലെന്ന് ഇളയച്ചൻ പറഞ്ഞില്ലേ? അവന് വല്ല പീപ്പിയും ബലൂണും മേടിച്ചു കൊടുക്കണം. ശിഷ്ടകാലം അവന് ഊതിയെങ്കിലും ജീവിക്കട്ടെ. ഇന്ന് നടക്കാൻ പോണ ഈ കല്യാണത്തെക്കാൾ വേറെ എന്ത് അപകടം ഉണ്ടാവാനാ? സമയം കളയണ്ട. ബാബാ ബാബാ എല്ലാരും കേറാ. കെട്ടിന് സമയമായി, വേഗം ഓടിക്കാൻ അറിയോ? വണ്ടി പോട്ടെ, വേഗം പോട്ടെ. ഹർത്താലായോണ്ട് ആരെങ്കിലും വഴി തടയോടാ. ഒരു പ്രശ്നം ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ടിരി. ഇവനെന്തിനാ ഇങ്ങനെ ഈ ഏത്തപ്പഴം തിന്നണം? എന്റെ മോൻ അങ്ങനെയാ. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഏത്തപ്പഴം തിന്നുകൊണ്ടേയിരിക്കും. ഏത്തപ്പഴം മുഴുവൻ തിന്നല്ലേ. പെണ്ണിനെ കണ്ടു കഴിയുമ്പോ വല്ല ടെൻഷൻ കൂടി ഇങ്ങ പോന്ന വഴിക്ക് തിന്നാനുള്ളതാ. ഏത്തപ്പഴത്തിന്റെ ഒക്കെ ഓരോ കഷ്ടകാലം. സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരം നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. കയ്യിൽ കയ്യും വച്ച് കണ്ണിൽ കണ്ണും വച്ച് ഇതാരാ ഇത്? ഈശ്വരാ, എന്താ നോക്കണ? നീ ഇറങ്ങണേ. അതെ, നിങ്ങൾക്ക് ആരാ? ഇന്ന് ഹർത്താല, വണ്ടി ഓടിക്കാൻ പറ്റില്ല. നീ ധൈര്യമായിട്ടിരിക്കടാ. സ്നേഹിതന്മാരെ, ഞാൻ ആരാണെന്ന്? എടോ, ഞാനിവിടുത്തെ ലോക്കൽ സെക്രട്ടറിയുടെ സ്നേഹിതനാ. നീ
മേത്തോട്ട് കളിക്കരുത്. അയ്യോ വല്ല ബസും കിട്ടുവായിരുന്നെങ്കിൽ വീട്ടിൽ പോവാറുണ്ട്. ഈ പണ്ടാരത്തെ കേറിയും പോയല്ല. ദേ തല്ലി കൊല്ലണം. ഏത് കൂട്ടുകാരാണെങ്കിൽ പോകാൻ പറ്റില്ല പോകാൻ പറ്റില്ല. അതെ ഞാൻ കല്യാണ ചെറുക്കന പേര് ഫൽഗുണൻ. അതെ ഇവിടുന്ന് 3 മണിക്കൂർ ദൂരം യാത്ര ചെയ്ത് പാലക്കാട് അപ്പുറം വരെ എത്തണം. പ്ലീസ് 11:45 പോകാൻ പറ്റില്ല പോകാൻ പറ്റില്ല കേട്ടോ. അയ്യോ അങ്ങനെ പറയരുത്. എന്റെ മോന്റെ 62ാമത്തെ പെണ്ണുകാളിന് ശേഷം ഉറപ്പിച്ച കല്യാണമാണിത്. പ്ലീസ് കാല് പിടിക്കാം, കല്യാണം മുടക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായ വണ്ടി ഇവിടുന്ന് പോയാൽ ഞങ്ങൾ തല്ലി പൊളിക്കും. ഈ കുഞ്ഞുമക്കളോട് ഞാൻ തന്നെ സംസാരിക്കാം. അതാ നല്ലത്. അപ്രശ്ന പ്രമേയ പ്രയോജിത പ്രക്ഷപ്ത പ്രൗഢേന ഇങ്ങോട്ട് പോടാ. ഭ്രാന്തന്മാരെ. അയ്യോ അയ്യോ, അയ്യോ, അമ്മച്ചി. ഇമാർക്ക് നല്ല ഉന്നമായിട്ടാ. കറക്റ്റ് സ്ഥാനത്ത് തന്നെ വീണ്. ലോക്കൽ സെക്രട്ടറിയുടെ ആരാന്നാ പറഞ്ഞേ? സ്നേഹിത ദൈവമേ എങ്ങനെ ഇത് എത്തും അവിടെ? അച്ഛ എന്റെ കല്യാണം സമയത്ത് നടക്കും. മോനെ നീ ഇങ്ങനെ കരയാതെടാ. ദൈവമേ എനിക്ക് മേല. നിന്റെ കല്യാണി അച്ഛൻ നടത്തി തരാമേ. അല്ല അത് പറഞ്ഞ് എങ്ങനെ ശരിയാവണം? നമ്മുടെ കൂട്ടത്തിലുണ്ടായ രണ്ടുപേരും അവരെവിടെ പോയി? ഞാൻ കണ്ടില്ല. എന്റെ ദൈവമേ ദേവന്. നിങ്ങളിത് എവിടെ പോയേക്കായിരുന്നു? ഞങ്ങൾ എടുത്ത് എറിഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മയില്ല. ഇത് ഏതാ ഈ സ്ഥലം? ചെറിയ എന്റെ കല്യാണം. കൊടുക്കത്ത ഒരു എടാ, കല്യാണം. നീ ഒന്ന് ധൈര്യമായിട്ടിരി. വേണമെങ്കിൽ ഞാനിപ്പോ തന്നെ ബ്രാഞ്ച് സെക്രട്ടറിനെ വിളിക്കാൻ. നീ മിണ്ടാതിരി. നീ ഒറ്റ ഒരുത്തിന് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. എന്റെ കല്യാണം എന്റെ 11:30 അവിടെ ചെല്ലണോന്ന്. വേഗം വാ. പോടാ. അച്ഛാ അയ്യോ ഇനി ഒരുപാട് പോകാനുണ്ടോ? എനിക്ക് വയ്യേ. അയ്യോ എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞു വന്നത്. അതെ, എടാ, ഇളയച്ചൻ. അങ്ങോട്ട് പൊക്ക്. എഴുന്നേറ്റ് വാ, കല്യാണം. എന്റെ ദൈവമേ, എന്തൊരു കുടിച്ചവൻ. ഡാ, എന്താ? ആ ടീമിനോട് പറഞ്ഞ നമ്മളെ ടൗണിൽ കൊണ്ടാക്കൂ. ഒന്ന് വേഗം വാ, എന്റെ കല്യാണം മുടങ്ങൂന്ന്. അവര് മദ്യപിച്ചുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നണേ. ആ മാർഗമധ്യേ മദ്യം മറുകരണം യഥാത്തും അത് പൂങ്കിരണം. എന്ന് വെച്ചാല് മദ്യപിച്ച് നിൽക്കുന്നവരൊക്കെ പാവങ്ങളായിരിക്കും. യഥാർത്ഥ മാർഗങ്ങൾ അവർ പറഞ്ഞു തരും. വാ വാ. ഉം. സ്നേഹിതന്മാരെ, മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുവാ? ഞങ്ങള് കുളിച്ചോണ്ടിരിക്കുക. ആ മദ്യത്തിൽ കുളിച്ചോണ്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്കൊരു സഹായം ചെയ്യാവോ? എന്ത് സഹായം? അതെ ചേട്ടാ, എന്റെ കല്യാണം 11:45 എങ്ങനെയെങ്കിലും ഒന്ന് ടൗൺ വരെ എത്തിക്കണം പ്ലീസ്. ഇവന്റെ കല്യാണം മുടങ്ങിപ്പോകും, അതുകൊണ്ടാ. ഞങ്ങൾ തന്നെയാണോ? അല്ല, ഞാൻ ഈ ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറിയുടെ ഒരു സ്നേഹിതനാണ്. എന്തിനാടേ? വേണ്ടേ? കുഞ്ഞുങ്ങളെ, പ്രായേന പ്രയോജിത പ്രക്ഷുബ്ധ പ്രാതത ബുദ്ധിദേ. ഈയാക്കുന്ന ഭ്രാന്തുണ്ടോ? ഭ്രാന്തിന്റെ തന്തക്കാട്. നിങ്ങളെല്ലാവരും കൂടി എന്റെ കല്യാണം മുടക്കും. നമ്മൾ തല്ലുകൊണ്ടിയാവും, അത് ഉറപ്പാ. നിക്ക് നിക്ക് നിക്ക്, അവന്മാരെ അങ്ങനെ വിട്ടാ പറ്റില്ല. ഞാനിപ്പോ വരാം. ഇളയച്ച കല്യാണത്തിന് പോണ സമയം പോയി. കുട്ടികളെ, അപ്പോൾ നിങ്ങൾ വാഹനത്തിൽ കൊണ്ട് ടൗണിലാക്കൂല അല്ലേ? മദ്യം മദ്യേന ശാന്തി തഥാ മദ്യാന്തം മദ്യമം മധു മധുവൻ ത്രിപ്രതൻ. മനസ്സിലായോ? ഹർത്താലിന്റെ അന്ന് ബാക്കിയുള്ളവരെ കുടുംബത്തോണ്ടാക്കണോടാ പാരട്ടകളെ. എല്ലാവരും കൂടി ഞാനൊരു കാര്യം പറയാണ്. ഈ ഹർത്താൽ കാരണം എന്റെ കല്യാണം അങ്ങനെ മുടങ്ങിയാലുണ്ടല്ലോ. ഓ, നീ ഒന്ന് സമാധാനിക്കണം. ഇനി സമയമുണ്ടല്ലോ. എന്ത് സമയം? ഉണ്ടായിരുന്ന കാറും പോയി, റോഡിലാണെങ്കിൽ കൂട്ടത്തല്ലും. ബാക്കിയുള്ളവനാണെങ്കിൽ വിശന്നിട്ട് പാടില്ല, ഒരു ഇത്തിരി വെള്ളമെങ്കിലും കുടിക്കാൻ ഈ കിട്ടിയായിരുന്നു. ഹർത്താൽ ദിവസമൊക്കെ എവിടെ വെള്ളം കിട്ടാനാണ്? ഞാൻ ഒരു കാര്യം ചെയ്തല്ല, ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിനെ ഒന്നുകൂടി വിളിച്ചു നോക്കിയാലോ? ഇനി ലോക്കൽ കമ്മിറ്റിയുടെ പേര് പറഞ്ഞ നിന്റെ അണ്ണാക്കിൽ ഞാൻ മണ്ണ് വാരിയിടും. അല്ല, ഒരു വെള്ളം ചോദിക്കണോന്ന്. നമുക്ക് ഇയാളോട് കുറച്ച് വെള്ളം ചോദിച്ചാലോ? അയ്യേ, ഇയാളോടാ ചോദിച്ച ഇയാള് തരൂ? കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ? കാശ് തരാം. ഇന്ന് ഹർത്താലായതുകൊണ്ട് ഇന്നലെ തെണ്ടി ഒപ്പിച്ചതാ.
വേണ വേണേ കുടിച്ചോ. അച്ഛ വാ പോവാ. ശ്ശോ. അല്ല ചേട്ടൻ എന്താ ഇങ്ങനെയായത്? അതെ, ഒരു ഹർത്താലായിരുന്നു എന്റെ കല്യാണം, അന്നോട്ട് ഇങ്ങനെ ആയതാ. അച്ഛ എന്റെ കല്യാണം. ഓ നീ ഒന്ന് കരയാതിരിക്കണം. ഒരു ബൈക്കുകാരൻ വന്നിട്ടുണ്ട്. നമുക്ക് അവനോട് ആ ബൈക്ക് വാങ്ങിട്ടേ ടൗണിൽ പോയി ഒരു വണ്ടി കിട്ടുമെന്നോ? ആ ബാ ബാ. എന്താ അതെ ചേട്ടാ, ഇന്ന് എന്റെ കല്യാണമാണ്. 11:45 മുഹൂർത്തം. എങ്ങനെയെങ്കിലും അടുത്ത ജംഗ്ഷൻ വരെ പോകാൻ ഒന്ന് സഹായിക്കണം. ഞാൻ പിന്നെ കാല് പിടിക്കും. ഹർത്താലായിട്ട് ആരെങ്കിലും കല്യാണം വെക്കും? പറ്റിപ്പോയി ചേട്ടാ. ചേട്ടനാ ബൈക്കുന്തുവാ. ഞങ്ങൾ അടുത്ത ടൗണിൽ പോയി ഒരു വണ്ടി സംഘടിപ്പിച്ചിട്ട് വരാ. മോനെ നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നാ ഞാൻ പറഞ്ഞത്. ഈ ആ വണ്ടി ഒന്ന് കൊടുക്കണം. ഞാൻ എന്ത് ചെയ്യും? ഇല്ല ചേട്ടൻ ഇറങ്ങിക്കോ. വേഗം വരണം. കേറടാ. മാറ് മാറ്. കേറ്. പുതിയ വണ്ടിയാ, മാറ്, സൂക്ഷിക്കണം. ആരും പോകണ്ട, ഞാൻ പൊക്കോളാം. മാറി കേറ്, കേറ്. ചെല്ല്. ആയിരുന്നോ? ആ വേഗം പോയിട്ട് വാ. വേഗം വരണം. ഷാട്ടാക്കടാ. അതെ, നിങ്ങളിവിടെ വർത്താനം പറഞ്ഞിരിക്കട്ടെ. വേഗം ആവട്ടെ. ഞാൻ ഇപ്പൊ ഇവിടെ ബൈക്ക് വെച്ചിട്ട് പോയതാണ്. ചേട്ടൻ എവിടെ വെച്ചേ? ദേ ഇവിടെ വെച്ച്. പൂട്ടിയില്ലായിരുന്നു? ഇല്ല, പൊടിയുണ്ടായില്ല. ബൈക്ക് നോക്കുമ്പോ നോക്കാൻ പാടായിരുന്നു. ശ്ശേ, ഞാൻ ഓർത്തില്ല. ഇവിടെ അങ്ങനെ കള്ളമാരി ഏരിയൊന്നുമല്ല. ഇതാക്ക് അവരോട് അവരോട് ചോദിക്കാം. ആ. ചേട്ടാ ഇവിടുന്ന് ടൗണിലേക്ക് എത്ര കിലോമീറ്റർ കാണും? നേരെ നിങ്ങൾ ചേട്ടാ, എന്റെ വണ്ടി. കല്യാണത്തിന് പോയ ടീമാണ്. അയ്യോ, അടുത്ത ജംഗ്ഷനിലേക്ക് വേണം. ഇരിക്കല്ലേ? ഇളയച്ചാ, ഓടിക്കോ. എന്റെ ദൈവമേ. ഇളയച്ചാ, ഇളയച്ചാ, എന്നെ ഇട്ട് പോവില്ലേ? എന്റെ രാധ, നീ ഇത്ര വട്ടം നിൽക്കിയോ? ചേട്ടൻ ഫോൺ ചെയ്തപ്പോ തന്നെ ഞാൻ ഇവിടെ ഇങ്ങോട്ട് പോന്നു. ഫോൺ ചെയ്തെന്നോ? എപ്പോ? അതൊക്കെ ഇതിനിടയ്ക്ക് നടന്ന്. ഇനി താമസിക്കണ്ട, വേഗം കല്യാണം നടത്താം. ചേച്ചി മാലയിട്. ഇവിടെ വെച്ചോ? നിക്ക്. അക്രമ രാഷ്ട്രീയ പ്രചോദയാൽ ഹർത്താലിന് ഉത്തരവാദി ബ്രഹ്മം നശൂലം ന പണ്ഡിത മംഗല്യം തന്തുനാനേന നമഃ. തന്തയില്ലാത്തരം കാണിക്കരുതെന്ന്. എന്താ ഈ പറയണത്? എടാ, ഹർത്താൽ ദിവസം കല്യാണം വെച്ച് കഴിഞ്ഞാൽ കല്യാണ പാർട്ടിക്കാര് കുടുങ്ങിപ്പോകുമെന്ന് മനസ്സിലായോ? മാലിട്ടോ. അയ്യോ, കെട്ട് കഴിഞ്ഞോടാ. പിന്നെ അതിനൊക്കെ എത്ര സമയം വേണം? ആ അതെ, ആലുകാരൻ വന്നിട്ടുണ്ട്. ഹർത്താൽ ദിനത്തിൽ നടുറോട്ടിൽ നടന്ന ഈ കല്യാണത്തെ പറ്റി താങ്കൾ എന്ത് പറയുന്നു? ഹർത്താലിന് കല്യാണം നടത്തലാണ് ബുദ്ധി. അധികം ചെലവുമില്ല, ആരെയും വിളിക്കുകയും വേണ്ട. പിന്നെ കുറച്ച് ഓട്ടോ ഓടണമെന്ന് മാത്രം. അതെ അതെ. പെട്ടെന്നുണ്ടായ ഹർത്താൽ മൂലം റോഡിൽ നടുവെച്ച് കല്യാണം നടത്തി. കല്യാണം നടന്ന സ്ഥലത്ത് നിന്നും ക്യാമറമാൻ മനോനോടൊപ്പം റോബിൻ പിറവം. വാ, സംസാരിക്കാൻ സമയമില്ല. വേഗം വാ, നിന്നാ പണി വാളും. എന്താ പേര്? വനിത. ആശ്രമത്തിൽ ഒരു വേലക്കാരിയുടെ വാക്കൻസി ഉണ്ടായിരുന്നു. വൃത്തികെട്ടവൻ. ആശ്രമത്തിൽ കൊണ്ടുപോകാനുള്ള ആശ്രമം പരാജയപ്പെട്ടു.